2019-നും 2024-നും ഇടയിൽ ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന 400-ലധികം ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് യൂറോപ്യൻ യൂണിയൻ നിരോധനം ഏർപ്പെടുത്തിയതായി റിപ്പോർട്ട്. മായം കലർന്നതിനെ തുടർന്നാണ് ഈ ഭക്ഷ്യവസ്തുക്കൾ നിരോധിച്ചതെന്ന് റിപ്പോർട്ടുണ്ട്. ഏകദേശം 527 ഉൽപ്പന്നങ്ങളിൽ ക്യാൻസറിന് കാരണമാകുന്ന എഥിലീൻ ഓക്സൈഡ് രാസവസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ചിലതിൽ മെർക്കുറി, കാഡ്മിയം തുടങ്ങിയ ലോഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കയറ്റിയച്ച നീരാളിയിലും കണവയിലുമാണ് കാഡ്മിയം കണ്ടെത്തിയത്. വൃക്കകളുടെയും ഹൃദയ സംബന്ധമായ അസുഖങ്ങളുടെയും പ്രധാന കാരണം കാഡ്മിയമാണ്. 59 ഉൽപ്പന്നങ്ങളിൽ അർബുദമുണ്ടാക്കുന്ന രാസവസ്തുക്കൾ കണ്ടെത്തിയതായി പറയുന്നുണ്ട്. അരി, സുഗന്ധവ്യഞ്ജനങ്ങൾ, ഔഷധ സസ്യങ്ങൾ എന്നിവയിൽ ട്രൈസൈക്ലോൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ ഈ രാസവസ്തു യൂറോപ്യൻ യൂണിയൻ നിരോധിച്ചതാണ്. 52 ഉൽപ്പന്നങ്ങളിൽ ഒന്നിലധികം കീടനാശിനികൾ കണ്ടെത്തിയപ്പോൾ ചിലതിൽ 5-ലധികം കീടനാശിനികൾ കണ്ടെത്തി. 20ഓളം ഉൽപ്പന്നങ്ങളിൽ ക്ലോറോ എഥനോൾ അടങ്ങിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ഇതിൽ കൊട്രോക്സിൻ എ അടങ്ങിയിട്ടുണ്ട്. മുളക്, കാപ്പി, അരി എന്നിവയുൾപ്പെടെ 10 ഉൽപ്പന്നങ്ങളിൽ ഇവ കണ്ടെത്തി. ഇത് മാത്രമല്ല, നിലക്കടല, പരിപ്പ് എന്നിവയിലും അഫ്ലോടോക്സിൻ എന്ന വിഷ കാർസിനോജനും കരൾ തകരാറിനും ക്യാൻസറിനും കാരണമാകുന്ന മ്യൂട്ടജനും അടങ്ങിയിട്ടുണ്ട്. മല്ലിപ്പൊടിയിൽ ക്ലോർപൈറിഫോസ് അടങ്ങിയിട്ടുണ്ട്. ഇത് പ്രധാനമായും ഇലകളിലൂടെയും മണ്ണിലൂടെയും പരത്തുന്ന പ്രാണികളെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന കീടനാശിനിയാണ്. കർശനമായ പരിശോധന നടത്തുന്നുണ്ടെന്ന് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി വ്യക്തമാക്കി. FSS ആക്ട് പ്രകാരമുള്ള പരിശോധനകൾ കൂടുതൽ കർശനമാക്കുമെന്ന് FSSAI അറിയിച്ചിട്ടുണ്ട്. പരിശോധനയ്ക്കായി എടുക്കുന്ന സാമ്പിളുകളുടെ എണ്ണം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വർദ്ധിച്ചിട്ടുണ്ടെന്നും അതോറിറ്റി അറിയിച്ചു. 2020-21 കാലഘട്ടത്തിൽ 1 ലക്ഷത്തിലേറെ സാമ്പിളുകളാണ് പരിശോധിച്ചതെങ്കിൽ 2023-24 കാലഘട്ടത്തിൽ 4 ലക്ഷത്തിലധികം സാമ്പിളുകൾ പരിശോധിച്ചെന്നും അവർ പറഞ്ഞു. നിയമലംഘകർക്കെതിരെ കർശന നടപടികൾ കൈക്കൊള്ളുമെന്നും ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഭക്ഷ്യവസ്തുക്കളുടെ കയറ്റുമതി ചുമതലയുള്ള വാണിജ്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള അഗ്രികൾച്ചർ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. അതേസമയം തന്നെ കീടനാശിനികൾ മൂലമുണ്ടാകുന്ന ഭക്ഷ്യ മലിനീകരണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഇതിന് മുൻപും പലതവണ വിദഗ്ധന്മാരും സാധാരണക്കാരും ഉയർത്തിക്കാണിച്ചിട്ടുള്ളതാണെന്ന് പെസ്റ്റിസൈഡ് ആക്ഷൻ നെറ്റ്വർക്ക് ഇന്ത്യയിലെ ഗവേഷകനായ നാരസിംഹ റെഡ്ഡി പറഞ്ഞു. ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത ഒരു മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. അനൗപചാരിക മേഖലയിൽ നിന്നും ഭക്ഷ്യവസ്തുക്കൾ വാങ്ങി ഉപയോഗിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ ഇന്ത്യയിലുണ്ടെന്നും അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് കൂടി ആശങ്ക ഉയരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഘനലോഹങ്ങളുടെ അംശം കണ്ടെത്തിയത് നമ്മുടെ ജലസ്രോതസ്സുകൾ മലിനീകരിക്കപ്പെട്ടു എന്നതിന്റെ സൂചനയാണെന്ന് രാമയ്യ അഡ്വാൻസ് ടെസ്റ്റിംഗ് ലാബ്സിലെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ജുബിൻ ജോർജ് ജോസഫും ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും വലിയ ഒരു ഗുരുതരമായ അവസ്ഥയിലൂടെയാണ് നാം എല്ലാം കടന്നു പോകുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വളരെയധികം മാലിന്യം നിറഞ്ഞ അല്ലെങ്കിൽ വിഷാംശം നിറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഓരോ ദിവസവും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമായി തീരുകയും ചെയ്യും.